ഹായ് ഹലോ. ഇത് ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇയറിംഗ്സ് ആണ്. ഓക്കെ, ഒരു സ്റ്റൈലിഷ് ഇയറിംഗ്സ് ആണ്. നമുക്ക് ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഐ പിൻസും ഹെഡ് പിൻസും ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് വേണം, ഫ്ലവർ ടിയാര ചെയ്യുന്ന ഫ്ലവർ ബീഡ്സ്, പിന്നെ ഡ്രോപ്പ് ബീഡ്സ് പോലത്തെ ആ ഷേപ്പിലുള്ള ബീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. ആദ്യം തന്നെ നമ്മളൊരു 2 mm ഒരു ഗോൾഡൻ ബീഡ് എടുത്തു. അതിനുശേഷം നമ്മൾ അതിന്റെ ഐ പിന്നിന്റെ ഹെഡ് പിന്നിന്റെ എൻഡ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിന്റെ എൻഡ് പാർട്ട് ഒന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് 2 ലെയർ ആയിട്ടാണ് ചെയ്യേണ്ടത് കൊണ്ട് അപ്പൊ നമുക്ക് 2 എണ്ണം വെച്ച് വേണം. അപ്പൊ ഒരു 8 mm ബീഡാണ് അത്. ആ 8 mm ബീഡ് നമ്മൾ 2 എണ്ണം വെച്ച് സെയിം പ്രൊസീജിയർ നമ്മൾ അതിന്റെ ലെങ്ത് ഒന്ന് കുറച്ചതിന് ശേഷം പിന്നെയും ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഈ കാണിക്കുന്ന പോലെ അതിനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാം, പെട്ടെന്ന് ഉപയോഗിക്കും. കുട്ടികൾക്ക് പോലും ഈവൻ ഒരു 8 9 10 years ഒക്കെ ഉള്ള കുട്ടികൾക്ക് പോലും അവർ ട്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തതാണിത്. ഭയങ്കര എളുപ്പത്തിൽ 10 മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം, സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അടുത്ത നമ്മൾ ടിയാര ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ആ ഫ്ലവറിനകത്ത് ഇതുപോലെ തന്നെ 2 mm ബീഡ് ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഹെഡ് പിൻ എടുക്കുക, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയുക, പിന്നെ അതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക. 2 ട്വിസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ പ്ലെയർ വേണം, എൻഡ് ഇതുപോലെ ഇരിക്കുന്ന പ്ലെയർ വേണം, നമ്മൾ ടിപ്പ് ഇതുപോലെ ഇരിക്കുന്ന പ്ലെയർ വേണം നമ്മൾ യൂസ് ചെയ്ത് അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ അതും ട്വിസ്റ്റ് ചെയ്തു. അത് നമുക്ക് 4 എണ്ണം വേണം. 2 എണ്ണം വെച്ച് ഇടേണ്ടതുകൊണ്ട് 4 എണ്ണം വേണം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തിരുന്ന ഗോൾഡൻ ബീഡ്സിന് നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ചെറിയ ചെറിയ കളർ ഉള്ള പേൾസ് ഒക്കെ കിട്ടുമല്ലോ, ആ കളർ പേൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അത് നമുക്ക് 4 എണ്ണം നമ്മൾ മേക്ക് ചെയ്തെടുക്കണം. 2 ഇയറിംഗ്സിൽ സെറ്റ് ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് 4 എണ്ണം വേണം. ഓക്കെ, അപ്പം അത് എടുത്ത ശേഷം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എടുത്ത് സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന് വേണ്ട ജെം റിങ്സ് വേണം. പിന്നെ നമ്മൾ അതിന്റെ ഹുക്ക് വേണം. ഓക്കെ, ഇയറിംഗ് ഹുക്ക് വേണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇവിടെ. ഇനി നമുക്ക് ഈ ചെയിൻ ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയിൻ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയിൻ, ഇതിപ്പം ഇത്തിരി കണ്ണി അടുത്ത ചെയിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരിയുടെ അകന്നകന്ന കണ്ണിയുള്ള ചെയിൻ കിട്ടും. അതിന് നമ്മളൊരു 5 cm ഫസ്റ്റ് 2 ലെങ്ത് നമുക്ക് വേണം. ഒരു 5 cm വേണം, 4 cm വേണം. 2 ലെങ്തിൽ നമ്മൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഇനി ഒരു ജെം റിംഗ് എടുത്തിട്ട് നമുക്ക് ജെം റിംഗിനകത്തോട്ട് നമുക്ക് രണ്ട് ഫ്ലവർ ബീഡ്സ്, നമ്മൾ ഫ്ലവർ ചെയ്ത് വെച്ചിട്ടില്ലേ, ടിയാര ഫ്ലവർ ചെയ്തിട്ടില്ലേ, അതുപോലെ രണ്ട് സെറ്റ് എടുത്തതിന് ശേഷം ആ ടിയാര ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജെം റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തോട്ട് 2 ഫ്ലവർ നമ്മൾ ആദ്യം കയറ്റുക. ഓക്കെ, ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ പതുക്കെ അതിനെ 2 എണ്ണത്തിനെ കയറ്റി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജെം റിംഗ് ക്ലോസ് ചെയ്യുക. അപ്പൊ 2 എണ്ണം ഒരു റിങ്ങിൽ വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണിക്കുന്ന പോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ എൻഡിനെ നമ്മൾ നമ്മുടെ ആ കട്ട് ചെയ്തിരിക്കുന്ന മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെയിനിലോട്ട് നമ്മൾ അതിന്റെ എൻഡും കൂടെ കണക്ട് ചെയ്ത് അത് രണ്ടും നമ്മൾ അതിൽ കണക്ട് ചെയ്ത് ഇതുപോലെ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന പോലെ നമുക്ക് അതിനെ കണക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഒരു 8 mm ബീഡ് കൂടെ കയറ്റി ഇതുപോലെ തന്നെ ജെം റിങ്സ് എടുത്ത് 8 mm ഒരു ബീഡ് മാത്രം നമ്മൾ ആ ഒരു ചെയിനിൽ കണക്ട് ചെയ്യുന്നുള്ളൂ, ആ ജെം റിങ്സ് കണക്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ അതിനെയും അതിനകത്ത് കയറ്റി നമ്മൾ അതിനെ ടൈറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ അത് രണ്ടും സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മുടെ ജംറിങ് എടുത്ത് നമ്മുടെ ഈ ഫിഷ് ഇയറിന്റെ ആ ഒരു കുളത്തിലോട്ട് നമ്മൾ അതിനെ എൻഡ് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ 2 ഇയറിംഗ് അതിന്റെ ഒരു ഇയറിങ്ങിന്റെ മറ്റേ എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ
നമ്മുടെ കൊളുത്ത്, നമ്മുടെ ഇയറിന്റെ കൊളുത്ത്, നമ്മുടെ ആ കമ്മലിന്റെ കൊളുത്ത് നമ്മൾ അതിനകത്തോട്ട് എൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം രണ്ടും ഒരുപോലെ ആക്കിയെടുക്കുക. രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെയിൻ രണ്ടും ഒരേ ലെങ്ത് ആയിരിക്കണം. ഓക്കെ. ഒരേ ലെങ്തിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ക്യൂട്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.